ഓണമാവാറാകുമ്പോഴേക്കും ചെണ്ടുമല്ലി കൃഷി നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വെറും 10 സെന്റിൽ 800-ലധികം ചെണ്ടുമല്ലി ചെടി വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് പൂത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ഇതിൻ്റെ ഒരു വിളവെടുപ്പൊക്കെ ഏതാണ്ട് അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, ചെണ്ടുമല്ലി കൃഷി ചെയ്യാനായിട്ട് വലിയ സ്ഥലമൊന്നും ആവശ്യമില്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കാഴ്ചയിലേക്ക് പോകാം. ഈ ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് സോമൻ. സ്ഥലം എവിടെയായിട്ടത്? സ്ഥലം കപ്രശ്ശേരി, ചെങ്ങന്നൂർ പഞ്ചായത്ത് കപ്രശ്ശേരി 8-ാം വാർഡ്. ഓക്കെ. സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര നാളായി? സ്റ്റാർട്ട് ചെയ്തിട്ട് ജൂൺ 8-ാം തീയതി ആദ്യമായിട്ട് ജൂൺ 8-ാം തീയതി അല്ലേ? ജൂൺ 8-ാം തീയതി കൃഷി ചെയ്തിട്ട് ഞങ്ങൾ ആദ്യം തന്നെ കൃഷിഭവനിൽ നിന്ന് വളം കിട്ടിയായിരുന്നു. ആ വളം ആദ്യം ഇട്ടു. ആദ്യം ഭൂമി JCB ഉപയോഗിച്ച് കൊത്തിയിളക്കി, പിന്നെ ഒരു പണിക്കാരൻ നിർത്തിൻ്റെ വാരം മാടി. അപ്പോൾ വളമൊക്കെ ഇട്ടാണ് ജൂൺ 8-ാം തീയതി ആദ്യമായിട്ട് കൃഷിയുടെ ഇറക്കിയത്. പിന്നെ ഇപ്പോൾ 2 കളർ അല്ലേ? 2 കളർ. ഇപ്പം 2 കളറുണ്ട്. പിന്നെ എത്ര മൂടുണ്ട് കേട്ടത്? ഇത് ഏതാണ്ട് ഒരു 800 മൂട് വരും. ഈ ജൂണിലൊക്കെ വയ്ക്കുമ്പോൾ ശരിക്കും മഴ ആർന്നല്ലോ. അപ്പോൾ ശരിക്കും മഴ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് നനയ്ക്കുന്നതായിട്ട് വന്നിട്ടില്ല ഇതുവരെയും. എല്ലാ ദിവസവും മഴ കിട്ടിയായിരുന്നു. മഴയത്തപ്പോൾ ഈ കൃഷി അത്ര അല്ല, പൂ ഉണ്ടായതിനു ശേഷം മഴ ഉണ്ടായാലും ഞങ്ങൾക്ക് അധികം കേടുവന്നിട്ടില്ല. പിന്നെ അത് പറിച്ചു വിറ്റല്ലേ? ഒരു പ്രാവശ്യം പറിച്ചു വിറ്റു. ഒരു 15 കിലോ ഞങ്ങൾ പറിച്ചിടക്കി 2 ആഴ്ച മുമ്പ് പറിച്ചു വിറ്റു. അത്തരത്തിൽ പറിച്ച് വിൽക്കാൻ കാരണം എന്താ? കാരണം ഓണത്തിന് മുമ്പ് വിൽക്കാന്ന് പറഞ്ഞാൽ അത്ര ഡിമാൻഡുള്ള സമയമല്ല. കാരണം വെച്ച് കഴിഞ്ഞാല് ഈ മഴ പെയ്ത് സംഗതി അല്പം കേടായി തുടങ്ങി. കൊഴിഞ്ഞു വീണു തുടങ്ങി. അപ്പം ഇനി ഒരുപാട് കേടായി കൊഴിഞ്ഞു പോവാതെ ഞങ്ങൾ പെട്ടെന്ന് കുറച്ച് പറിച്ച് ഒരു 15 കിലോ എടുത്ത് പറിച്ച് വിൽക്കുകയാണ് ചെയ്തത്. ഇത്തവണ ഈ ഓണം മാർക്കറ്റ് ലക്ഷ്യമാക്കിയല്ലേ നമ്മൾ ശരിക്കും പൂ വെച്ചിരിക്കുന്നത്? ഓണം മാർക്കറ്റാണ് പ്രധാനമായിട്ടും. പക്ഷെ ഓണം കഴിഞ്ഞാലും പൂ ഇവിടെ ഉണ്ടാവും. ഏതാണ്ട് ഒരു നവംബർ വരെയൊക്കെ പൂ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നവംബറിലൊക്കെ മാർക്കറ്റ് എന്തായിരിക്കും ശരിക്കും? മാർക്കറ്റ് ഉണ്ടാവും നമുക്ക് നവംബറിൽ. ഉത്സവങ്ങൾ തുടങ്ങും. പിന്നെ ഈ മണ്ഡലക്കാലമാവും. അപ്പോഴത്തേക്കും പിന്നെ അമ്പലങ്ങളുടെ പരിപാടികളുടെ പേരിൽ പൂവിന് ആവശ്യക്കാർ കൂടാനും സാധ്യത. കാരണം തൈകളപ്പോൾ എവിടെ നിന്ന് കിട്ടുക ശരിക്കും? തൈകൾ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വരുത്തിച്ചാണ്. നമുക്ക് അതെങ്ങനെ തൈക്ക് എങ്ങനെയായിരുന്നു റേറ്റ് വന്നെ? ഇത് തൈക്ക് ഒരു 3 രൂപ റേറ്റ് വരും. ഇത് ഹൈബ്രിഡ് അല്ലേ ശരിക്കും? ഹൈബ്രിഡ് അല്ല. ഹൈബ്രിഡ് അല്ലാണ്ട് പോലും നല്ല വലിയ പൂവാണല്ലോ. അല്ല, ഹൈബ്രിഡിന് 10 രൂപ. വളം വല്ല വിട്ടായിരുന്നോ? എന്തെങ്കിലും വളം ഇട്ടായിരുന്നോ? വളം ഇട്ടായിരുന്നു. എന്തൊക്കെ വളം ഇട്ട്? വളം ഞങ്ങള് ഗോമൂത്രം ഒഴിച്ചു മെയിനായിട്ട്. ഗോമൂത്രം പിന്നെ കലക്കിയത്. പിന്നെ സ്റ്റാർട്ടിങ്ങില് കൃഷിഭവനിൽ നിന്ന് വളം തന്നിരുന്നു. അത് ഇട്ടിട്ടാണ് ഇത് വർക്ക് ചെയ്തത് തന്നെ. ഈ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഒരുപാട് അറിവില്ലായ്മകളൊക്കെ ഉണ്ടാവില്ല. കാരണം നമുക്ക് എല്ലാം അറിഞ്ഞിട്ട് ആയിരിക്കില്ല ഇതിലേക്ക് വന്നത്. അത് എന്തൊക്കെയാണ് ആ സമയത്തുള്ള പ്രശ്നങ്ങൾ വെച്ചാൽ ഇവിടെ ഇത് ചെയ്ത് പരിചയമുള്ള ചില ആളുകളൊക്കെ ഉണ്ട്. അവരുടെ എന്തൊക്കെ നമ്മൾ ഉപദേശങ്ങൾ തേടി അവരുടെ ചില ഉപദേശപ്രകാരമാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഇത്. എങ്കിൽ പോലും ചെറിയ ഭാഗപ്പെട്ട് സംബന്ധിച്ചു. കറക്റ്റ് സമയത്ത് ഇത് നുള്ളേണ്ട ഉണ്ട്. നുള്ളിക്കളയേണ്ട സമയം അതല്പം വൈകി. വൈകിയായിരുന്നു. അതെ. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു പോരായ്മ അതിനകത്തൊക്കെ വന്നിട്ടുണ്ട്. ഈ കാണുന്ന കൃഷിക്ക് അപ്പൊ എന്തോരം ചെലവ് വന്നിട്ടുണ്ട് നമുക്ക്? ഒരു ഏകദേശം ചെലവ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഞങ്ങൾക്ക് ഒരു 8,000 രൂപ ചെലവ് വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ അധ്വാനം അത് വേറെയാണ്. അതായത് ഇപ്പൊ ഞങ്ങളുടെ ഇവിടുത്തെ കമ്മിറ്റിയുടെ പ്രവർത്തകരായിട്ടുള്ള ഞാനുണ്ട്, സെക്രട്ടറി ആയിട്ടുള്ള സുനിൽ, അതുപോലെ ഖജാൻജിയായിട്ടുള്ള സന്തോഷ്, മറ്റേ മുരളീധരൻ, മറ്റേ മഹിളാ സമാജം പ്രവർത്തകരായിട്ടുള്ള രമ, മറ്റേ ഐശ്വര്യ എന്ന് വേണ്ട സരസ്വതി ചേച്ചിമാര്, സ്ത്രീകളായിട്ടുള്ള നിരവധി ആളുകളുടെ ഇതുണ്ട്. ഇത്തവണ മാർക്കറ്റിംഗിന്റെ രീതി എങ്ങനെയായിരിക്കും? മാർക്കറ്റിംഗിന്റെ രീതി ഞങ്ങൾ ആദ്യം പറിച്ചപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച വില ഞങ്ങൾക്ക് കിട്ടിയില്ല. ഇപ്പോൾ ഞങ്ങൾ ഈ അത്തത്തിന്റെ തലേദിവസം, അതായത് ഈ 25-ാം തീയതി ഉച്ച കഴിഞ്ഞാണ് പറിച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. റോട്ടിലിട്ട് വിൽക്കാൻ അങ്ങനെ എന്താ? ഇല്ല, ഞങ്ങൾ ഇവിടെ തന്നെ പ്രാദേശികമായിട്ട് തന്നെ ഒരുപാട് ആളുകൾ നമുക്ക് നാളെ പൂ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രാദേശിക സപ്പോർട്ട് ഉണ്ട്. പിന്നെ തൊട്ടയൽ പ്രദേശത്തുള്ള പുതുവാശ്ശേരി, നെടുവന്നൂര്, അത്താണി, ആ ഭാഗത്തുകൾ ഞങ്ങളുടെ ചില സുഹൃത്തുക്കൾ വഴി പൂ വേണമെന്ന് പലരും അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ നാളെ ഉച്ച കഴിഞ്ഞ് 4 മണി, 5 മണി, ഒരു 7 മണി വരെയൊക്കെ ഇവിടെ ഉണ്ടാവും. പിന്നെ വേണമെങ്കിൽ ഞങ്ങൾ തിങ്കളാഴ്ച രാവിലെ ഇരിക്കാൻ തയ്യാറാണ്. എൻ്റെ പേര് സുനിൽകുമാർ. ഇത്തവണ ഇത് ചെയ്തിരിക്കുന്ന ആരാ ശരിക്കും ചെയ്തിരിക്കുന്നത്? ഇത് ഞങ്ങളുടെ അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ കീഴിലാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത്. കപ്രശ്ശേരി ശാഖ. ഇത്തവണ ഇങ്ങനെ തീരുമാനം എടുക്കാൻ ഒരു കാരണം എന്താണ്? തീരുമാനം എടുക്കാനായിട്ട് ഞങ്ങൾ ഇതുവരെ ഒരു വെറുതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രസിഡന്റ് മനസ്സിൽ ഉദിച്ച ഒരു കാര്യമാണിത്. ആശയമാണ് അത്. ആ ആശയം എന്നോട് പറഞ്ഞു. പിന്നെ ഞങ്ങളൊരു കമ്മിറ്റി കൂടിയിട്ട് ആ കമ്മിറ്റിയിൽ ഇത് അവതരിപ്പിച്ചു. ഇത് അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അത് നല്ലൊരു കാര്യമാണെന്ന് തോന്നി. കാര്യങ്ങൾ ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം എന്നുള്ള ഇതൊക്കെ തോന്നി കഴിഞ്ഞപ്പോൾ പിന്നെ അതിന് ഞങ്ങളുടെ ശാഖയുടെ കമ്മിറ്റി മെമ്പർമാരും പിന്നെ മഹിളാ സമാജത്തിൻ്റെ പ്രവർത്തകരും കൂടി ആത്മാർത്ഥമായിട്ട് വന്നു. ഈ സംരംഭം ഞങ്ങൾ തുടങ്ങി. പക്ഷേ ഇതിന് പൂവൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഇവിടെ ഫോട്ടോ എടുക്കാൻ നിരവധി ആൾക്കാരൊക്കെ വന്നിരുന്നു. നാട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ട്. നാട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ട്. ഞങ്ങൾ ഈ സംരംഭം ക്ലിക്കായ ഞങ്ങൾ ഈ ഭൂമി തന്നെയല്ല, ഞങ്ങൾ വേറെ എവിടെയെങ്കിലും ഇത്തിരി സ്ഥലമൊക്കെ എടുത്തിട്ട് പാട്ടത്തിനെടുത്തിട്ട് ഈ കൃഷി തന്നെ ചെയ്യാനുള്ള താല്പര്യമുണ്ട് ഞങ്ങൾക്ക്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പച്ചക്കറി, അതിൻ്റെ കൂടെ പച്ചക്കറിയൊക്കെ ഇട്ട്
നമ്മുടെ സമുദായത്തിന്റെ വകയായിട്ട് ഞങ്ങൾ ഈ പരിപാടി തുടങ്ങാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഓണത്തോടനുബന്ധിച്ച് ചെണ്ടുമല്ലി കൃഷി ചെയ്തിരിക്കുന്നതാണ്. വെറും 10 സെന്റിലേ ചെയ്തിട്ടുള്ളൂ. ഒരുപാട് പൂക്കൾ നമ്മൾ കണ്ടു. അപ്പോൾ എന്തായാലും ഈ പൂക്കൾ വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ നമസ്കാരം.